ആശാനേ നമസ്കാരം. ഇന്ത്യൻ കൊങ്ങികളുടെ 3 തമാശകൾ. KPCC പ്രസിഡന്റ് കെ സുധാകരൻ കുപിതനായ സംഭവത്തിൽ പ്രതികരിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വാർത്താ സമ്മേളനത്തിൽ എത്താൻ വൈകിയതിൻ്റെ പേരിലായിരുന്നു മാധ്യമങ്ങൾക്ക് വേണ്ടിയാണ് കെ സുധാകരൻ സംസാരിച്ചതെന്നും കാത്തിരുന്ന് കാണാതിരുന്നാൽ ആർക്കും അസ്വസ്ഥത ഉണ്ടാകുമെന്നും സതീശൻ പറഞ്ഞു. അത് ശരിയാണ്. കാത്തിരുന്ന് കണ്ണെ കടച്ചാൽ ആർക്കും ദേഷ്യം വരും. മമ്മൂട്ടിയുടെ കിങ് സിനിമയിൽ പറയുന്ന പോലെ കണ്ടാൽ പരസ്പരം കടിച്ചു കയറുന്ന സ്നേഹം തീർത്താൽ തീരാത്ത ഏക ക്ലാഷ് അല്ലേ സുധാകരണ്ണ? ജ്യേഷ്ഠാനുജ ബന്ധമാണ് കെ സുധാകരനും താനും തമ്മിലെന്ന് പറഞ്ഞ സതീശൻ ഇപ്പോഴത്തെ സംഭവം വലിയ വാർത്തയാക്കാൻ വേണ്ടി ഒന്നുമില്ലെന്നും KPCCയുടെ സമരാഗ്നിയുടെ ഭാഗമായി നടത്തിയ വാർത്താ സമ്മേളന വേദിയിലാണ് വിവാദ പ്രയോഗമുണ്ടായത്. രാവിലെ 10-നായിരുന്നു ആലപ്പുഴയിൽ വാർത്താ സമ്മേളനം വിളിച്ചത്. 10:28 കെ സുധാകരൻ എത്തി. പക്ഷേ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാത്രം എത്തിയില്ല. DCC അധ്യക്ഷൻ ബാബു പ്രസാദിനോട് വിളിച്ചു നോക്കാൻ പറഞ്ഞപ്പോഴേ പിന്നെയും 20 മിനിറ്റ് കഴിഞ്ഞോടെ സുധാകരൻ്റെ റിലേ അടിച്ചുപോയി. സുധാകരാഭിഷേകം തുടങ്ങുകയും ചെയ്തു. സുധാകരൻ്റെ വായ കെട്ടു തുടങ്ങിയപ്പോൾ തന്നെ ഷാനിമോളും ബാബു പ്രസാദും ഇടപെട്ട് സുധാകരനെ തടയുകയും പിന്നീട് വാർത്താ സമ്മേളനം നടത്തി ഇരുവരും മറ്റൊരു പരിപാടിയിലേക്ക് പോയി. പ്രശ്നം എല്ലാവരും അറിഞ്ഞതോടെ 2 പേരും കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് ഒരേ കാറിൽ കയറിപ്പോയി. പക്ഷേ ഈ കാറിൽ വെച്ച് എന്താണ് നടന്നതെന്ന് ഒന്നും ആർക്കും മനസ്സിലാവുന്നില്ല. കാറിൻ്റെ പിന്നാലെ പോയ മാധ്യമങ്ങൾ കണ്ടത് VD സതീശൻ 2 ചെവിയും പൊത്തിപ്പിടിച്ച് കാറ് പാതി വഴിയിൽ നിർത്തി ഇറങ്ങുന്നതാണ്. ഈ VD സതീശനാണെങ്കിൽ ഇംഗ്ലീഷൊക്കെ കുറച്ച് ഫ്ലുവൻസിയാണ്. സുധാകരൻ അതത്ര പോരാ. അങ്ങനെ ചില അസൂയയും 2 പേരും തമ്മിലുണ്ടെന്നാണ് കേൾക്കുന്നത്. നേരത്തെ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിനിടെ വാർത്താ സമ്മേളനത്തിൽ ആദ്യം ആര് സംസാരിക്കും എന്നതിനെ ചൊല്ലിയിട്ട് ഒരു പ്രശ്നം ഉണ്ടായി. അന്നാണെങ്കിൽ സതീശൻ സുധാകരൻ്റെ ചെവിയിൽ ആരും കേൾക്കാതെ ഇംഗ്ലീഷിലാണ് തെറി വിളിച്ചതെന്ന് പറയുന്നത്. അന്ന് ഇറങ്ങുമെന്ന് ആലോചിച്ച് വെക്കട്ടെ. അപ്പോഴാണ് അടുത്തത് പത്തനംതിട്ടയിൽ ഇതേ ജാഥയ്ക്കിടെ വേദിയിൽ കെ സുധാകരന് പകരം കെ സുരേന്ദ്രൻ സ്വാഗതമുരളി മുതിർന്ന നേതാവും MP-യുമായ ആന്റോ ആന്റണി. കെ സുരേന്ദ്രൻ നമ്മുടെ BJPയിൽ സമരാഗ്നി ജാഥയ്ക്ക് പത്തനംതിട്ടയിൽ സ്വീകരണ യോഗത്തിനിടെയാണ് പത്തനംതിട്ട MP കൂടിയായ ആന്റോ ആന്റണിക്ക് അധ്യക്ഷന്റെ പേര് മാറിപ്പോയത്. സമരാഗ്നിയുടെ നായകൻ കേരള പ്രദേശ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ബഹുമാന്യനായ കെ സുരേന്ദ്രൻ അവരേ എന്നായിരുന്നു ആന്റോ ആന്റണി സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞത്. എന്നാൽ ഉടൻ തന്നെ അബദ്ധം വിളഞ്ഞ് തിരിച്ചറിഞ്ഞ ആന്റോ ആന്റണി സുധാകരൻ വെളിയിലിരിക്കുന്ന വേദിയിലേക്ക് തിരിഞ്ഞു നോക്കിയ ശേഷം കെ സുധാകരൻ അവരേ എന്ന് തിരുത്തി പറയുകയായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് സുധാകരൻ ആന്റോയെ തോളിൽ കൈയിട്ട് കൂട്ടിക്കൊണ്ട് പോയിട്ട് ചോദിച്ചാനിയാ എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് അതെന്ത് ഭാഷയായിരുന്നു എന്നാണ്. സുധാകരൻ ചോദിച്ചത് ഇത് അവരെ എന്ന് തുടങ്ങിയത് നീ വല്ല തെറിയുമായിരുന്നോടെ പറഞ്ഞത് എന്ന് ചോദിച്ചു. അത് ഒരുപക്ഷെ കെ സുരേന്ദ്രനെ അത്രയധികം ഇഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഭയമുള്ളത് കൊണ്ടായിരിക്കാം. ആ പേര് ഇപ്പോഴും ഇങ്ങനെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് പൊങ്ങി വരുന്നത്. അല്ലെങ്കിൽ സുധാകരനെ ഭയന്നിട്ടാവാം. പക്ഷേ ചില അനുമാനങ്ങൾ വെളിപ്പെടുത്തുന്നത് ഇത്തവണ പത്തനംതിട്ടയിൽ BJPയെ ഭയക്കുന്നു എന്നാണ്. പക്ഷേ മുതിർന്ന ചില കൊങ്ങി നേതാക്കൾ പറയുന്നത് അത് സുധാകരനെ പേടിച്ചിട്ടാണെന്നാണ്. ആ രണ്ടായിരുന്നാലും ഭയം കൊണ്ടാണെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി. ഇനിയാണ് ഏറ്റവും ബഹുക്ഷേമമായ ഒരു ഇന്ത്യൻ കോമഡി. അത് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കോമഡി മാസ്റ്റർ ആയതുകൊണ്ട് ആ കണക്കിനൊക്കെ അതങ്ങ് പോകും. രാഹുൽ ഗാന്ധി. ഈ രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയിൽ ഒരു വേദിയിൽ നിന്ന് സംസാരിക്കുന്നതിനിടെ ഒരു ഉത്തരേന്ത്യക്കാരനോട് ചോദിച്ചാണ് നിങ്ങൾ എത്ര മണിക്കൂർ മൊബൈൽ ഉപയോഗിക്കുന്നു? അയാൾ 12 മണിക്കൂർ എന്ന് അയാളങ്ങ് പറഞ്ഞു. ഇന്ത്യയിൽ തൊഴിലില്ല, അതുകൊണ്ടാണ് നിങ്ങൾ 12 മണിക്കൂർ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്. ഈ വൻകിട വ്യവസായികളുടെ മക്കൾ ഒന്നും റീൽസ് കാണാറില്ല, അവർ 27 മണിക്കൂറും വരുമാനം നോക്കിയിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമെന്നാണ് അയാൾ ചോദിക്കുകയാണ്. മുന്നേ തയ്യാറാക്കി നിർത്തിയിരുന്ന ഒരു ഉത്തരേന്ത്യൻ കൊങ്ങി അതിപ്പോഴ് വൻകിട മുതലാളിമാരുടെ മക്കൾ മാത്രമല്ല പപ്പു, ഇവിടുത്തെ സാധാരണക്കാരും ഷെയർ മാർക്കറ്റിലൊക്കെ വരുമാനം നോക്കിയിരിക്കുക തന്നെ. പപ്പുവിൻ്റെ ഓരോ കാര്യങ്ങളെ പപ്പുവിൻ്റെ തൊഴിലില്ലായ്മ പറയുന്ന കേട്ടാൽ പപ്പു ഇപ്പോൾ ഇന്ത്യക്കാർക്ക് മുഴുവൻ തൊഴിലുണ്ടാക്കാൻ പോണ പോലെയാണ്. ഇവിടെ 10 വർഷമായിട്ട് ഡൽഹി ഭരിക്കുന്ന മാതൃകാ പുരുഷൻ അവകാശപ്പെടുന്ന കേജ്രിവാൾ, അതായത് ചൂലിന് ഇതുപോലെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇലക്ഷനായപ്പോൾ AAPയുടെയും കോൺഗ്രസിൻ്റെയും കള്ളപ്രകടന പത്രികയിലുള്ള കള്ള വാഗ്ദാനങ്ങളാണ്. ഇപ്പോൾ 12 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുമെന്ന്. എവിടെ കൊടുക്കാനാണ്? നടക്കാത്ത കാര്യമല്ലേ ചൂല് പറയുന്നത്.